കാലിലെ സർജറി ഒക്കെ കഴിഞ്ഞ് വീണ്ടും എല്ലാം റിക്കവറായി എല്ലാം സെറ്റായി വീണ്ടും പഴയ ഒരു ലൈഫിലേക്ക് തിരിച്ചു പോകുമ്പോഴാണ്, അതായത് പഴയ അവരുടെ ആ ഒരു ഡെയിലി റുട്ടീൻസിലേക്കൊക്കെ തിരിച്ചു പോകുമ്പോഴാണ് ചില ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവാം. അതായത് അവരുടെ നടത്തത്തിൻ്റെ ശൈലി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ചിലരിവിടെ ക്ലിനിക്കിൽ വന്ന് ചോദിക്കാറുണ്ട്, അതായത് കാര്യങ്ങൾക്കൊക്കെ ശേഷം ഈ പറയുന്ന പോലെ ചെറിയൊരു മുടന്തലുണ്ട്, ലിംപിങ് ഉണ്ട്. ചിലർ പറയുന്നത് ഞാൻ നടക്കുമ്പോൾ ഒരു വശത്തേക്ക് ചെരിഞ്ഞ് നടക്കണു എന്നൊക്കെ ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾക്ക് ഫിസിയോതെറാപ്പിയിലൂടെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള ബോഡി ഡിഫോമിറ്റീസ്, അതായത് എല്ല് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഡിഫോമിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്കത് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു ലിംപിങ്, അതായത് ആ ഒരു മുടന്തൽ അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് ഒരു വശത്തുള്ള ചെരിഞ്ഞിട്ടുള്ള പോക്ക്, അതിൻ്റെയൊക്കെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്നത് ഏതെങ്കിലും സോഫ്റ്റ് ടിഷ്യൂ റിലേറ്റഡ് ആയിട്ടാണ് ഇമ്പയർമെൻ്റ് എങ്കിൽ, അതായത് മസിൽസ്, ലിഗമെൻറ്റ്സ്, അതുപോലുള്ള സ്ട്രക്ചേഴ്സ്, അതായിട്ടാണ് നിങ്ങളുടെ ഇമ്പയർമെൻ്റ് എങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് എങ്ങനെയാണ് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ പേഷ്യൻസിന് ഹിസ്റ്ററി എടുക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മൾ മസിൽസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഐദർ യു യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. കാര്യം മസിൽസ് നമ്മൾ കറക്റ്റ് ശരിയായ വണ്ണം നമ്മളത് വർക്ക് ചെയ്തില്ലെങ്കിൽ ആ മസിൽസ് മെല്ലെ വേസ്റ്റിങ്ങിലേക്ക് പോകും. അപ്പോൾ ഒരുപാട് സമയം ഇപ്പോൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളൊക്കെ ബെഡ് റെസ്റ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ബെഡ് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ മസിൽസ് ഒന്നും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ബെഡിൽ നിന്ന് എണീറ്റ് പതുക്കെ നടത്താൻ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ ഉദ്ദേശിച്ച പോലെ എല്ലാ മസിൽസും ഒരേപോലെ ആക്റ്റീവായിട്ട് ഫങ്ഷനിങ് ചെയ്യണം എന്നുണ്ടാവില്ല. അതായിരിക്കും ഒരു വശത്തോട്ടുള്ള ചെരിഞ്ഞു പോക്കും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കിട്ട് കാരണം ഉണ്ടാവാം. ചില ആളുകളിലാണെങ്കിൽ ഇപ്പോൾ കാലിൽ ഏതെങ്കിലും ഭാഗത്ത് സർജറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ചെറിയ രീതിയിലുള്ള പെയിനും ഡിസ്കംഫേർട്ട്സും ഉണ്ടാവും. അപ്പോൾ ആ പെയിനും ഡിസ്കംഫേർട്ടിനെയും കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ പതുക്കെ ഹിപ്പിന്നും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുത്തിയ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അവരങ്ങ് നടക്കും. കുറച്ച് നാൾ അങ്ങനെ നടന്നു കഴിയുമ്പോൾ ആ നടത്തം അവരങ്ങ് സെറ്റായി, അത് അവരുടെ ഒരു ശൈലിയായിട്ട് മാറും. അപ്പോൾ അങ്ങനെയും ഈ പറയുന്ന പോലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഒരു ഫിസിയോതെറാപ്പി സെഷൻ വരുന്ന സമയത്ത് ഞങ്ങളുടെ അപ്രോച്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമായി വളരെ കൃത്യമായിട്ട് ഞങ്ങളത് മനസ്സിലാക്കും. അവരുടെ അപ്പർ ബാക്ക്, മിഡ് ബാക്ക്, ലോവർ ബാക്ക്, അതുപോലെ അവരുടെ കാല്, അത് ഓരോ കമ്പാർട്ട്മെൻറ്റിൻ്റെയും മസിൽസ് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ പരിശോധിച്ച് ഏതൊക്കെ മസിൽസാണ് അൺട്രാക്റ്റീവായിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ മസിൽസാണ് ഓവർ ആക്റ്റായിട്ട് ഇരിക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിനെ മാനേജ് ചെയ്യാനുള്ള സ്പെസിഫൈഡ് ആയിട്ടുള്ള ടൈലേർഡ് ആയിട്ടുള്ള എക്സസൈസ് പ്രോട്ടോകോൾ ആയിരിക്കും ഞങ്ങൾ ആദ്യം സെറ്റ് ചെയ്യുന്നുണ്ടാവാം. അതിനുശേഷം നടത്തത്തിൻ്റെ ആ ഒരു പാറ്റേൺ ഒന്നും കൂടെ ആ ഒരു ക്ലിയർ ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പലതരം സ്ട്രാറ്റജീസുള്ള ഗെയ്റ്റ് ട്രെയിനിങ് ആണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ വളരെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഈ ഒരു എക്സസൈസ് തെറാപ്പിയും ഗെയ്റ്റ് ട്രെയിനിങ് കൊണ്ട് നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ